സൗദി അറേബ്യയിലെ കാഷിയോ കമ്പ്യൂട്ടർ കമ്പനിയിൽ ജോലി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക്സിലാണ് എൻ്റെ കൂടുതൽ താല്പര്യം. എൻ്റെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു, ഇലക്ട്രോണിക്സിലെ നിങ്ങളുടെ ടിപ്സുകളും ട്രിക്കുകളുമാണ് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് പറഞ്ഞതുകൊണ്ടും എൻ്റെ കൂടുതൽ താല്പര്യം അത് തന്നെയാണ്. സോ സൗദി അറേബ്യയിലെ കാഷിയോ കമ്പ്യൂട്ടർ കമ്പനിയിലെ ഡിജിറ്റൽ കാൽക്കുലേറ്റർ, ഡിജിറ്റൽ ഡയറി എന്നിവ ഒക്കെ സർവീസ് ചെയ്യാനും ആഫ്റ്റർ ഗ്യാരണ്ടി പീരീഡിൽ അത് റിപ്പയർ ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പരീക്ഷണങ്ങളും പല കണ്ടെത്തലുകളും ഞാൻ എൻ്റെ വീട്ടിലെ ലാബിൽ തുടരുന്നുണ്ട്. അങ്ങനെ എൻ്റെ നല്ലൊരു സുഹൃത്തായ നല്ലൊരു സ്പോൺസറായ സലാഹ് അബ്ദുള്ള അൽ അസീരി എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അവിടുത്തെ എൻ്റെ സ്പോൺസറും എൻ്റെ കൂട്ടുകാരനും എഞ്ചിനീയറും ഒക്കെ ആയ അദ്ദേഹവും ഞാനും കൂടി ചേർന്ന് ഒരുപാട് സർക്യൂട്ടുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. R&Dയിൽ വെച്ച് ഒത്തിരി ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആദ്യം സക്സസ് ആയത് കോളർ ഐഡിയാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും അല്ലേ? ചില ആൾക്കാർക്ക് ഇന്നത്തെ പുതുതലമുറക്ക് അറിയില്ല എന്താണ് കോളർ ഐഡി എന്ന്. വിളിക്കുന്ന കോൾ ചെയ്യും. അന്ന് മൊബൈലൊന്നും ഇല്ല കേട്ടോ, GSM ഇല്ല, വൈഫൈ ഇല്ല, വയർലെസ് ഇല്ല. വയർലെസ് മീൻസ് വയർലെസ് ഫോൺ, അത്തരം മൊബൈൽ ഫോൺ ഇല്ല, ഒന്നുമില്ല കേട്ടോ. സാധാ കോഡ്ലെസ് ഫോണും സാധാ ഫോണുമുള്ള സമയത്താണെന്ന് ഓർക്കണം. കമ്പ്യൂട്ടർ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറും ഇല്ല. ഒരു പഴയ ആ പഴഞ്ചൻ കമ്പ്യൂട്ടറിന് വലിയൊരു ഫ്ലോപ്പി ഒക്കെ ഇടുന്ന ആ സമയത്താണ്. പറഞ്ഞല്ലോ, 1991 97 ഇടയിലെ അനുഭവങ്ങളാണ് ഈ പങ്കുവെക്കുന്നത്. കോളർ ID, വിളിക്കുന്ന ഫോൺ ചെയ്യുമ്പോൾ ആ ഫോൺ ചെയ്യുന്ന ആളുകളുടെ നമ്പർ കാണുന്ന സംവിധാനത്തിനാണ് കോളർ ID എന്ന് പറയാം. അന്നത് അവൈലബിൾ അല്ല. അതൊരെണ്ണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്വപ്നം. ഏതായാലും പല പല കമ്പോണൻസുകളും പലയിടത്തുനിന്നും വാങ്ങിച്ച് അതൊരെണ്ണം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അവസാനം ഒരു പാർട്സ് കിട്ടാനില്ല. അമേരിക്കയിൽ ഉണ്ടെന്ന് കേട്ടു, അവിടുന്ന് വരുത്താൻ വളരെ ചെലവ് കൂടുതലാണ്. ഇന്ത്യയിൽ ഉണ്ടോ എന്ന് അറിയില്ല, പോയി അന്വേഷിക്കണം. ഏതായാലും അത്തരം പാർട്സുകൾ കിട്ടാൻ വേണ്ടി പല ഭാഗത്തുനിന്നും പല യൂണിറ്റുകളും ടോയ്സുകളും മേടിച്ച് പൊളിച്ചു, അതിൽ നിന്നും പാർട്സ് ഉണ്ടാക്കി അവസാനം ഒരു കിടിലം കോളർ ID നിർമ്മിച്ചു. അതിന് വേണ്ട കാസറ്റ് റെക്കോർഡർ എന്ന് പറയും. ഫോൺ വന്നാൽ റെക്കോർഡ് ആവുന്ന കോൾ റെക്കോർഡർ ഉണ്ട്. ഒരു കാസറ്റ്, സാധാരണ കാസറ്റ്, ടേപ്പ് കാസറ്റ് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന അതാണ് പിന്നീട് മേടിച്ച് പൊളിച്ചപ്പോഴാണ് ഒറിജിനൽ പാർട്സ് കിട്ടിയത്. അതുപയോഗിച്ച് ഒരു കോളർ ID ആണ് ഉണ്ടാക്കിയത്. ഈ കോളർ ID ഉണ്ടാക്കിയിട്ട് നല്ല വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. അത്യാവശ്യം പ്രൈസിൽ തന്നെ ആ സാധനം വിറ്റിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കിനും അത് മാർക്കറ്റിൽ വന്നു, കുറഞ്ഞ പ്രൈസിൽ വന്നു. സർക്കാർ അത് അനുവദിച്ചു, എല്ലാവരും വിറ്റോളാൻ പറഞ്ഞു, ഇമ്പോർട്ട് ചെയ്ത് വിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് നിർത്തി. എൻ്റെ ആദ്യത്തെ ഒരു പ്രൊഡക്റ്റാണ് സൗദി അറേബ്യയിൽ ഉണ്ടാക്കിയ കോളർ ID എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതിനുശേഷം വീണ്ടും ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ഞാനും എൻ്റെ സ്പോൺസർ സലാഹുമായിട്ട് കൂടിയിരുന്ന് കൊണ്ട് ഉണ്ടാക്കിയ അടുത്ത ഒരു വമ്പൻ പ്രൊജക്റ്റാണ് കോൾ ക്യാബിൻ. എന്താണ് ഈ കോൾ ക്യാബിൻ? അന്നൊക്കെ ₹1 കോയിൻ ഇട്ടിട്ടായിരുന്നു നാട്ടിലേക്കൊക്കെ ആൾക്കാർ വിളിച്ചിരുന്നത്. പിന്നീടാണ് അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് കോൾ ക്യാബിനായി മാറുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബൂത്തിൽ പോയിട്ട് ഫോൺ ചെയ്തിട്ട് വിളിക്കുമ്പോൾ ബില്ല് വരും, ആ പൈസ അടച്ചു പോരുന്നത് പിന്നീട് വന്നു. ഗവൺമെന്റ് ഒരുപാട് അത് സപ്പോർട്ട് ചെയ്തു. ഈ സമയത്ത് അത്തരം ഒരു മെഷീനറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നായി അടുത്ത ചിന്തകൾ. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാവുന്നതല്ല. ഇങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് കോൾ ക്യാബിൻ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് സോഫ്റ്റ്വെയർ പാർട്ട് മുഴുവനും എൻ്റെ സ്പോൺസറായ സലാഹ് എന്ന് പറയുന്ന അദ്ദേഹം നിർമ്മിക്കുകയും ഹാർഡ്വെയർ പാർട്ട് എന്നെ ഏൽപ്പിച്ചു. അതിൻ്റെ PCB, അതിൻ്റെ കമ്പോണൻസ് ഇതെല്ലാം ഡിസൈൻ ചെയ്തു, ഡെവലപ്പ് ചെയ്തു. ഇന്ത്യയിൽ വന്ന് അത് വരയ്ക്കാൻ എൻ്റെ സ്പോൺസർ സഹായിച്ചിട്ടുണ്ട്. ബോംബെയിൽ വന്ന് PCB നിർമ്മിച്ച് കേരളത്തിലെ രണ്ടത്താണി എന്ന ബ്രൈറ്റ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന എൻ്റെ പഴയ TV ഷോപ്പിൽ വെച്ച് അത് അസംബിൾ ചെയ്ത് അതിലെ കമ്പോണൻസ് വെച്ച് ഒരു മദർ ബോർഡ് ക്രിയേറ്റ് ചെയ്തു. കമ്പ്യൂട്ടറിൻ്റെ ഒരു മദർ ബോർഡ് പോലെ ഉണ്ടാക്കി അതിലെ ID കാർഡുകളൊക്കെ ഉണ്ടാക്കി 32 പേർക്ക് ഒരുമിച്ച് ഫോൺ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റമാണ് അന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഒരു വലിയൊരു CPU ഉണ്ടാക്കി. ആ CPUവിന്റെ കഥ പറയുമ്പോൾ സങ്കടം വരും. ഇന്ന് ഇതിന് ലൈസൻസ് കൊടുക്കുന്നില്ല, ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കുന്നില്ല, സൗദി അറേബ്യയിൽ ലൈസൻസ് കൊടുക്കുന്നില്ല. കാരണം അമേരിക്കയിലെ ജുഫാലി എന്ന് പറയുന്ന കമ്പനി ഇമ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് സിസ്റ്റമാണ് അന്ന് 32 ആൾക്കും 16 ആൾക്കാർക്കും വിളിക്കുന്ന കോൾ ക്യാബിൻ വിതരണം ചെയ്യുന്നത്. എൻ്റെ സിസ്റ്റത്തിന് ലൈസൻസ് കിട്ടുന്നില്ല. എൻ്റെ അറബി പല ആളുകളുടെയും കയ്യും കാലും പിടിച്ചു നോക്കി, റിയാദിൽ പോയി ഒരുപാട് ശ്രമിച്ചു, ലൈസൻസ് കൊടുക്കുന്നില്ല. അവസാനം അവർ പറഞ്ഞു, QC ടെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ സിസ്റ്റം കൊണ്ടു തരണം, എന്നാൽ ഞങ്ങൾ ലൈസൻസ് തരാൻ നോക്കാം. ഉണ്ടാക്കി കൊടുത്തു, പെർഫെക്റ്റായി തന്നെ ഉണ്ടാക്കി കൊടുത്തു. ഫെയിലറായി. എന്തുകൊണ്ട് ഫെയിലറായെന്ന് ചോദിച്ചാൽ അവർ വ്യക്തമായി പറയുന്നില്ല. കൃത്യത അല്ലാതെ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു അത് ഫെയിലറാക്കി, പൊട്ടി. അവസാനം ഞാനൊരു ബുദ്ധി പ്രയോഗിച്ചു. ഇന്നത് പറയുമ്പോൾ നമുക്ക് പറയാം, അന്നത് പറയുമ്പം പേടിയാണ്. നിലവിലെ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പൊളിച്ച് അതിൻ്റെ ഫുള്ള് കഴമ്പെടുത്ത്
ആ ബോർഡ് അങ്ങനെ എൻ്റെ ക്യാബിലാണ് വെച്ച് നമ്മുടെ ഒരു പേരും വെച്ച് ടെസ്റ്റിന് വിട്ടു. എങ്ങനെയുണ്ട്? എന്തായാലും ഇവിടെ പാസ്സായി, ടെസ്റ്റ് ഓക്കെ ആണല്ലോ. ഇവിടെ ലൈസൻസ് ഉള്ളതാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ക്വാളിറ്റി ഉള്ള സാധനമാണ്, നല്ല പ്രൈസാണ്. 1,00,000 റിയാൽ 1.5 ലക്ഷം റിയാലൊക്കെ ആയിരുന്നു അതിൻ്റെയൊക്കെ വില, മൊത്തം പ്രൈസ് വരുന്നത്. ആ സാധനം മേടിച്ച് പൊളിച്ച് ആ പാർട്സ് എടുത്ത് ഒരു ക്യാബിനിലാക്കിയിട്ട് ഞാൻ എൻ്റെ അറിവിനോട് പറഞ്ഞു പോയി ടെസ്റ്റ് നടത്തുന്നത്. അവനക്കും അറിയാം, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാ ചെയ്തിട്ടോ. റിയാദിക്കാണ് കൊണ്ടുപോയി ടെസ്റ്റ് നടത്തി. പൊട്ടി. അതെങ്ങനെ പൊട്ടുക? സെയിം സാധനമല്ലേ? അപ്പോഴാണ് സത്യം മനസ്സിലായത്, ഇത് പൊട്ടും, ഇത് ഇന്ത്യന്റെ സാധനം, സൗദിയിൽ ഉണ്ടാക്കുന്ന സാധനം വേണ്ട, അമേരിക്കൻ്റെത് മതി എന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചേക്കണ്. അത് വലിയൊരു പരാജയമായി പോയി. എത്ര നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും അവിടെ അത് വിറ്റഴിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഏതായാലും ചെറിയ ചെറിയ ക്യാബിനുകൾക്ക് വേണ്ടിയിട്ട് 5-10 ആളുകൾ സംസാരിക്കുന്ന അത്തരം കുഞ്ഞു കുഞ്ഞു കമ്പ്യൂട്ടർ ബില്ലിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി വിറ്റ് തൽക്കാലം സമാധാനപ്പെട്ടു എന്നാണ്. ഇതിൽ നിന്നും ഞാൻ പഠിച്ച വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, അത് വിൽക്കാനും കൂടി പഠിക്കണം. വിൽക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ലൈസൻസ്, അതിൻ്റെ പെർമിറ്റുകൾ തരപ്പെടുത്തണം. പെർമിറ്റ് ഉണ്ടാക്കാൻ പല മാർഗങ്ങളാണ്, പലയിടത്തും മണിയടിക്കേണ്ടി വരും, ക്യാഷ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഏതായാലും എൻ്റെ സൗദി അറേബ്യയുടെയും ഇലക്ട്രോണിക്സ് എക്സ്പീരിയൻസും അടുത്ത എപ്പിസോഡിലൂടെ, അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും പരിചയപ്പെടാം.